പിച്ച് പെർഫെക്റ്റ് ഫുട്ബോളിലേക്ക് സ്വാഗതം. നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂറോന്റെ കോപ്പയുടെയും ക്വാർട്ടർ ഫൈനലുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ടീമുകളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ യൂറോയിലും കോപ്പയിലും സെമി ഫൈനലിലേക്ക് വരുമ്പോൾ ടീമുകളുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളിയാഴ്ച ആദ്യ ദിവസം ക്വാർട്ടർ ഫൈനലിന്റെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഫുട്ബോൾ ഫാൻസിന് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഡേ ആയിരുന്നു. മൂന്ന് പ്രധാനപ്പെട്ട മാച്ചുകൾ ഉണ്ടായിരുന്നു. ബാൽഡിയർ കോമ്പറ്റൻസ് ആയ പലരും ആ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പലരും അണ്ടർ പെർഫോം ചെയ്തൊരു ഒരു ദിവസം കൂടിയായിരുന്നു അന്ന്. വെള്ളിയാഴ്ച ഇന്ത്യൻ ടൈം കാലത്ത് 6:30 തന്നെ അർജന്റീനയുടെ മാച്ച് ഉണ്ടായിരുന്നു. ഇക്വഡോറിനെ അഗെയിൻസ്റ്റ് ആയിരുന്നു. അത് ഷൂട്ട് ഔട്ടിലാണ് അവസാനിച്ചത്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 9:30 നമുക്ക് സ്പെയിൻ ജർമ്മനി മാച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ 12:30 അടുത്ത മാച്ച് ഉണ്ടായിരുന്നു. റൊണാൾഡോ വേഴ്സസ് എംബാപ്പെ എന്നുള്ള രീതിയിൽ ഭയങ്കര ഹൈപ്പ് കയറിയ മാച്ചായിരുന്നു പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഷൂട്ട് ഔട്ടും കഴിഞ്ഞ് പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസിന്റെ ഷൂട്ട് ഔട്ടും കഴിഞ്ഞതിന് ശേഷം പല ഫാൻസും ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. ആദ്യം നമുക്ക് നോക്കുകയാണെങ്കിൽ കോപ്പ അമേരിക്കയിൽ ക്വാർട്ടർ ഫൈനൽ ഫസ്റ്റ് മാച്ച് അർജന്റീന വേഴ്സസ് ഇക്വഡോർ. അതിൽ നമുക്കറിയാം മാച്ച് ഡ്രോയിലേക്ക് പോയി. അതിന് ശേഷം ഷൂട്ട് ഔട്ടിലേക്ക് പോയ മത്സരം ഡിബു ആണ് വീണ്ടും സേവിയർ ആയിട്ട് അർജന്റീനയ്ക്ക് വേണ്ടി വന്നത്. മാച്ച് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീമും പേപ്പറിൽ ഏകദേശം 4-4-2 എന്ന് പറഞ്ഞ ഫോർമേഷൻ ആയിരുന്നെങ്കിലും അർജന്റീനയുടെ സൈഡിൽ നിന്ന് നമുക്കറിയാം മെസ്സി ഒരു ഫോൾസ് നയൻ പോലെ ഡീപ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു 4-2-3-1 പോലെ തന്നെയാണ് കളിക്കുക. അതുപോലെ തന്നെ ഇക്വഡോറിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും അവർ 4-2-3-1 തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അവിടെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിച്ചുകൊണ്ടിരുന്നത് ചെൽസിയുടെ പ്ലെയറായ കസൈഡോ ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം കസൈഡോ അത്യാവശ്യം ഡിഫെൻസീവ്ലി സോൾഡ് ആയ പ്ലെയർ ആണെന്ന്. പക്ഷെ നല്ല ക്രിയേറ്റീവായിട്ട് മിഡ്ഫീൽഡിൽ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് നല്ല ത്രൂ പാസുകളും അതുപോലെ ക്രിയേറ്റീവായിട്ടും ആള് നല്ല രീതിയിൽ അവർക്ക് വേണ്ടി കളിക്കണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് നമ്മൾ ഇക്വഡോറിന്റെ സൈഡിൽ നിന്നുള്ള നല്ല അറ്റാക്കുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയറായ 17 വയസ്സ് മാത്രമുള്ള കെൻട്രി പ്രൈസിന് ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പതുക്കെ അർജന്റീന പതുക്കെ മാച്ചിലേക്ക് തിരിച്ചു തന്നെയാണ് കണ്ടത്. പിന്നെ രണ്ട് സൈഡിൽ നിന്നും അറ്റാക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഒഴുക്കിനെതിരെ അർജന്റീനയുടെ ആ ഒരു ഗോൾ വന്നത്. അവർക്ക് കിട്ടിയ ഒരു അറ്റാക്കിംഗ് ചാൻസിൽ നിന്നാണ് ആ കോർണർ വന്നതും. അത് മെസ്സി എടുത്തു. അത് മെക്കാലിസ്റ്ററിന്റെ ഒരു ഫ്ലിക്കിൽ നിന്നാണ് ലിസാൻഡ്രോ മാർട്ടിനസ് കിട്ടിയത്. ആള് ക്ലിയർ ആയിട്ട് അത് ഗോളാക്കി മാറ്റി. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് തുടങ്ങുമ്പോഴും ഒരു പതിഞ്ഞ താളത്തിലാണ് മാച്ച് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ആ ഡിപ്പോളുടെ ഒരു ഹാൻഡ് ബോൾ ബോക്സിൽ കിട്ടിയിട്ട് ഒരു പെനാൽറ്റി അവർക്ക് ലഭിച്ച്. ഇക്വഡോറിന്റെ വെലൻസിയ അത് കൺവേർട്ട് ചെയ്തില്ല. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി പോസ്റ്റിൽ കെട്ടിയിട്ട് ആ ഒരു അവസരം അവർക്ക് മുതലെടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം അവര് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ 10 മിനിറ്റ് നല്ല രീതിയിൽ ഇക്വഡോർ അറ്റാക്ക് ചെയ്തിരുന്നു. അതിൽ നിന്ന് കിട്ടിയൊരു ഗോളാണ് അവര് ഇക്വലൈസർ കണ്ടെത്തി ഡ്രോ ആക്കി മാറ്റിയത് ആ മാച്ച്. അതിനുശേഷം തുടർന്ന് ആ മാച്ച് ഷൂട്ട് ഔട്ടിലേക്ക് പോകണമാണ് കണ്ടത്. നമുക്കറിയാം കോപ്പയിൽ എല്ലാ റൗണ്ട് മാച്ചുകളും ഫൈനൽ ഒഴിച്ചുള്ള എല്ലാ റൗണ്ട് മാച്ചുകളിലും നോക്കൌട്ടുകളിൽ എക്സ്ട്രാ ടൈമിലേക്ക് പോകില്ല. മാച്ച് 90 മിനിറ്റ് ഡ്രോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഷൂട്ട് ഔട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാച്ച് ഡ്രോ ആയതിനു ശേഷം ഷൂട്ട് ഔട്ടിലേക്ക് പോയി. ഫസ്റ്റ് കിക്ക് എടുത്ത് അർജന്റീനയുടെ സൈഡിൽ നിന്ന് മെസ്സി ആയിരുന്നു. മെസ്സി ആ ഷോട്ട് മിസ് ചെയ്യാൻ ഉണ്ടായത്. ഒരു കിക്കിന് വേണ്ടി ശ്രമിച്ചിട്ട് അതിൽ മിസ്സിലേക്കാണ് ഉണ്ടായത്. അതിനുശേഷം ഇവർക്കൊരു അവസരം ഉണ്ടായിരുന്നു ഇക്വഡോറിന്. പക്ഷെ അവര് അത് നല്ല രീതിയിൽ മുതലെടുത്തില്ല. അതുപോലെ തന്നെ അർജന്റീന രക്ഷകനായി വീണ്ടും എമിലിയാനോ മാർട്ടിനസ് അവതരിക്കാനാണ് നമ്മൾ കണ്ടത്. ആളുടെ ഗംഭീര സേവുകൾ ഉണ്ടായിരുന്നു. ആള് അർജന്റീനയ്ക്ക് വേണ്ടി ഷൂട്ട് ഔട്ടിൽ നിന്ന മാച്ചുകളൊന്നും ഇതുവരെ അർജന്റീനയ്ക്ക് തോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ള റെക്കോർഡും കൂടി വീണ്ടും അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ആളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീനയുടെ ട്രൂ സേവിയർ എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തായിട്ട് യൂറോയിലത്തെ മാച്ചുകൾ നോക്കുകയാണെങ്കിൽ ആദ്യം നടന്നത് സ്പെയിൻ വേഴ്സസ് ജർമ്മനി ആയിരുന്നു. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ചായിരുന്നു. കണ്ടവർക്കൊക്കെ അറിയാം നല്ല രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജർമ്മനി നല്ല രീതിയിൽ സോളിഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. സ്പെയിൻ സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ എന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ ഗോൾ അവർ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായത്. അപ്പോൾ ജർമ്മനിയുടെ സൈഡിൽ നിന്നുള്ള അറ്റാക്കുകൾ പലതും ഉണ്ടായിരുന്നു. അത് അവസാനം വരെ ഒരു മൂർച്ചയില്ലാത്ത രീതിയിലാണ് പലതും കൺവേർട്ട് ആവാണ്ട് പോയത്. പിന്നെ നമ്മൾ മാച്ചിലേക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആന്റണി ടൈലർ ആയിരുന്നു. ചെൽസി ഫാൻസിന് ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ആളാരാണ് എങ്ങനെയൊക്കെയാണ് മിസ്റ്റേക്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആളുടെ ഷോ തന്നെയായിരുന്നു മാച്ച് ഫുള്ള്. പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആളുടെ സൈഡിൽ നിന്ന് കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ഗെയിം ത്രൂ ഔട്ട് നല്ല രീതിയിൽ ടഫായിരുന്നു എന്നുള്ള സംഗതി വേറെ വിഷയം. പക്ഷെ ആള് നല്ല രീതിയിൽ അതിനും കൂടുതലായിട്ട് കാർഡുകളും കാര്യങ്ങളൊക്കെ വീശണതിന് ഒരു മടിയും കാണിച്ചിരുന്നില്ല. ആളുടെ സൈഡിൽ നിന്ന് കുറെ മിസ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ടോണി ക്രൂസിന് ഒരു 2 മഞ്ഞക്കാർഡ് കിട്ടിയിട്ട് റെഡ് കാർഡായി പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഒരു ഫൗള് പെഡ്രിക്ക് എതിരെയുള്ളത് ഭയങ്കര ഡേഞ്ചറസ് ആയ ഫൗളായിരുന്നു.
ആൾക്ക് അതിനൊന്നും കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മുസിയാല ഒരു ഷോട്ട് കുക്കറായരെ കൈമാട്ടിയത് ലാസ്റ്റ്. ആ ഒരു ചാൻസ് ഹാൻഡ് ബോൾ ആണോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇപ്പോ പല റെഫറിങ് അനലിസ്റ്റുകളും ഫുട്ബോളിംഗ് അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഹാൻഡ് ബോൾ വിളിക്കാനുള്ള സാധ്യതയില്ല, റെഫറിയുടെ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഇത്തിരിയും കൂടി ബാക്കിലായിട്ടാണ് നിന്നിരുന്നത്, അതായത് ബോഡി ലെവലിനായിട്ടും ഇത്തിരിയും കൂടി ബാക്കിലായിട്ട് നിന്നിരുന്നത്. സൈഡിൽ നിന്നുള്ള ഫോട്ടോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കൈ പുറത്തേക്കല്ല മൂവ് ചെയ്തിരുന്നത്, അതായത് ബോഡിയുടെ അടുത്തേക്കാണ് മൂവ് ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ ആള് വേണം വെച്ചുകൊണ്ട് ഒരു ഹാൻഡ് ബോളിന് അല്ലെങ്കിൽ ബോൾ തടയാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹാൻഡ് ബോൾ വിധിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിലേക്കാണ് എത്തിയത്. അങ്ങനെയാണ് റഫറി പ്ലേ ഓൺ വിളിച്ചിട്ട് കളി മുന്നോട്ട് പോയത്. ശേഷം ഈ 1-1 എന്നുള്ള മാച്ചിലേക്ക് വരുമ്പോൾ സ്പെയിൻ ഒരു ഗോൾ തിരിച്ചടിച്ചു. മെറീനന്റെ ഒരു ഗംഭീര ഹെഡർ ഗോളാണ് കണ്ടത്. ഇംഗ്ലീഷ് മാധ്യമങ്ങളെ വിശേഷിപ്പിച്ചിട്ടുണ്ടായത് ലോങ് ലീപ്പ് എന്നൊക്കെയാണ്, ഒരു തവളച്ചാട്ടം എന്നുള്ള രീതിയിലൊക്കെയാണ്. രണ്ട് കാലുകളും വൈഡായി രണ്ട് കൈയും വൈഡായി നിർത്തിയിട്ടാണ് ആ ഹെഡർ വന്നത്. അത് ശരിക്കും പറഞ്ഞാൽ റുഡീഗറിന്റെ ഒരു മാർക്കിങ്ങിലുള്ള ഒരു മിസ്റ്റേക്ക് കൂടിയാന്ന് വേണമെങ്കിൽ പറയാം. ആള് നോക്കിയൊക്കെയാണ് ആ ഒരു ഹെഡർ ഫ്രീ ആയിട്ട് നിന്ന് ആള് ഹെഡ് ചെയ്ത് ഗോളാക്കി മാറ്റിയത്. ജർമ്മനി നല്ല രീതിയിൽ തന്നെയായിരുന്നു അതുവരെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ജർമ്മനി പ്രത്യേകിച്ച് ഈ ലെമീൻ യമാലും നിക്കോ വില്യംസ് രണ്ട് വിങ്ങിൽ കളിക്കുമ്പോൾ അവരെ ടൈറ്റ് മാർക്ക് ചെയ്ത് പിടിച്ച് നിർത്തണ്ടായിരുന്നു. പക്ഷെ അവര് അങ്ങനത്തെ ഒരു മെത്തേഡിലല്ല ഡിഫെൻഡ് ചെയ്ത്, ഇത്തിരിയും കൂടി സോണൽ മാർക്കിങ് എന്നുള്ള രീതിയിലാണ്. അത് ആ ഒരു ലാസ്റ്റത്തെ ഗോള് വരണവരെ അവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തെന്ന് പറയാം. ആ ഒരു ഫ്ലോ തന്നെയാണ് അവർക്ക് ഡിഫെൻഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അറ്റാക്കിലേക്ക് പെട്ടെന്നുള്ള ഒരു ട്രാൻസിഷനും അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാളെ ഫോക്കസ് ചെയ്ത് മാർക്ക് ചെയ്യാണ്ട് ഇത്തിരിയും കൂടിയും സോണൽ മാർക്കിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു മൊമെന്റിലേക്ക് വന്നപ്പോ ആ റുഡീഗറിന്റെ മാർക്കിങ്ങിൽ ചെറിയ മിസ്സിങ് വന്നു. ആള് പെട്ടെന്ന് ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ഒരു പെനിട്രേഷൻ ഉണ്ടായി, ആൾക്ക് ആ ക്രോസിൽ നിന്ന് അങ്ങനെ ഗോൾ കൺവേർട്ട് ചെയ്യാനുണ്ടായത്. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ച് ആയിരുന്നു. ഫാൻസ് കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം, വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു നമ്മൾ കണ്ടത്. അടുത്തായിട്ട് പോർച്ചുഗൽ ഫ്രാൻസ് മാച്ച് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസ് ഒറ്റ ഗോൾ പോലും ഓപ്പൺ പ്ലേയിൽ അടിക്കാണ്ട് ഇപ്പൊ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. മാച്ചിലേക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഇൻ യൂറോസ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് ടീമുകളും കൂടി കൺവേർട്ട് ചെയ്ത ചാൻസസ് 0.15 XG മാത്രമാണ് കമ്പൈൻഡ് XG ആയിട്ട് വരുന്നത്. അതിന് തന്നെ നമുക്ക് മനസ്സിലാക്കാം രണ്ട് ടീമുകളും അത്രയും സേഫർ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ കളിച്ചോണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇത്തിരി കൂടി ചാൻസസ് രണ്ട് ടീമുകളുടെ സൈഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഈ മാച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം റൊണാൾഡോ വേഴ്സസ് എംബാപ്പെ ക്ലാഷിനാണ് എല്ലാവരും ഹൈപ്പ് കൊടുത്തിരുന്നത്. പക്ഷെ രണ്ട് പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്നും അത്ര നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇപ്പൊ പോർച്ചുഗലിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ അറ്റാക്കും ടാക്ടിക്സും കാര്യങ്ങളൊക്കെ വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. മുമ്പത്തെ മാച്ചുകളിലും വളരെ സിമിലർ ആയിട്ട് തന്നെയാണ് ഈ മാച്ചിലും കളിച്ചത്. അവര് വിങ്ങിയോടെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ലോങ് ബോൾസ് ക്രിയേറ്റ് ചെയ്യുക, റൊണാൾഡോനെ ടാർഗറ്റ് ചെയ്തിട്ട് പലപ്പോഴും വിങ്ങിയോടെ ക്രോസ് ചെയ്ത് റൊണാൾഡോയിലേക്ക് എത്തിക്കുക, അങ്ങനെ ഹെഡർ ഗോളുകൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാനിങ് മാച്ചിലേക്ക് വരുമ്പോഴും. അത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒപ്പോണൻസിന്റെ ഡിഫൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗെയിം റീഡ് ചെയ്യാനായാലും അല്ലെങ്കിൽ റൊണാൾഡോനെ മാർക്ക് ചെയ്യാനായാലും ഇത് വളരെ എളുപ്പമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ അവർ ലെഫ്റ്റ് വിങ്ങിൽ ഭയങ്കരമായിട്ട് ഓവർലോഡ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിലും ലെഫ്റ്റ് വിങ്ങിൽ ഓവർലോഡ് ചെയ്തിട്ട് ബ്രൂണോയും ന്യൂനോ മെൻഡസ് റാഫേലിയാവോ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് ലെഫ്റ്റ് വിങ്ങിൽ പലപ്പോഴും ക്രോസ് ഇടാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് സെക്കൻഡ് ഹാഫിൽ പലപ്പോഴും വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ റൊണാൾഡോയ്ക്ക് ഇങ്ങനെ പ്രഡിക്റ്റബിൾ ആയ ക്രോസുകൾ വരുമ്പോൾ ഡിഫൻഡേഴ്സിനെ സംബന്ധിച്ച് ആളെ മാർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. അവർ അങ്ങനെ അല്ലാണ്ട് നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് ഒരു വിട്ടീഞ്ഞ ഒരു നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. ആള് നല്ലൊരു റൺ ബോക്സിലേക്ക് അടുത്തൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആള് അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ റൊണാൾഡോയ്ക്കും ബ്രൂണോയ്ക്കും ഒക്കെ നല്ല ചാൻസുകൾ കിട്ടിയിരുന്നു, പക്ഷെ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. പിന്നെ അതുപോലെ ഡിഫൻസിലേക്ക് വരാണെങ്കിൽ സോളിഡ് പെർഫോമൻസ് ആയിരുന്നു. ഫ്രാൻസിന്റെ പല കൗണ്ടർ അറ്റാക്കുകളും അവർക്ക് ബോക്സിൽ കയറാണ്ട് അവർ പുറത്തന്നെ പിടിച്ചു നിർത്തിയിരുന്നു. അവർക്ക് പലപ്പോഴും ഫ്രാൻസിന് ലോങ് റേഞ്ച് ഷോട്ടുകൾ ട്രൈ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് 41 വയസ്സുള്ള പെപ്പേരെ പെർഫോമൻസ് ആണ്. ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആണ് ഈ പ്രായത്തിൽ ആൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ ചാൻസുകൾ പോർച്ചുഗലിന്റെ സൈഡിൽ നിന്ന് കിട്ടിയിരുന്നു. ഇപ്പൊ അവസാന മിനിറ്റുകളിൽ സിൽവർ സെറ്റ് ചെയ്ത് കൊടുത്ത ഒരു ബോൾ ന്യൂനോ മെൻഡസിന് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഫ്രാൻസിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിലും അവർക്ക് ഇഷ്ടംപോലെ ചാൻസുകൾ കിട്ടിയിരുന്നു. ഡെംബലിലേക്ക് ഒരു 2 ചാൻസ് ഔട്ട്സൈഡ് ദ ബോക്സ് നല്ല കേളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഷോട്ട്സ് കൺവേർട്ട് ആയില്ല. എംബാപ്പെ ഇഷ്ടംപോലെ മിസ്സുകൾ വരുത്തി, ആ ചാൻസുകളൊന്നും കൺവേർട്ട് ആയില്ല. അതുപോലെ കോളോമുവാനി ഒരു ഷോട്ട് നമ്മൾ പലപ്പോഴും അത് ഗോളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഷോട്ടായിരുന്നു, അത് റൂബൻ ഡിയാസിന്റെ നല്ലൊരു ബ്ലോക്കിൽ തട്ടിത്തെറിച്ച് പോയിരുന്നു. അപ്പോൾ രണ്ട് ടീമിന്റെ സൈഡിൽ നിന്നും അറ്റാക്കുകളും ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും കൺവേർട്ട് ആയില്ല. എന്നിട്ട് അത് പെനാൾട്ടിയിലേക്ക് പോണതാണ് നമ്മൾ കണ്ടത്. ആ പെനാൾട്ടിയിലേക്ക് പോയ മാച്ചിൽ ജാവോ ഫെലിക്സ് ഒഴിച്ച് എല്ലാ പ്ലേയേഴ്സും കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണ് പോർച്ചുഗൽ അങ്ങനെ ഒരു തോൽവിയിലേക്ക് പോയത്. ഇപ്പോൾ ഫ്രാൻസ് സ്പെയിൻ സെമിയിലേക്ക് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിൻ തന്നെയാണ് അവിടെ സാധ്യത കൂടുതൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്പെയിനിന്റെ അറ്റാക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നല്ലൊരു സ്ട്രൈക്കർ ഉണ്ട് മൊറാറ്റ, വിങ്ങിൽ കളിക്കാനാണെങ്കിൽ ലെമീൻ യമാൽ, നിക്കോ വില്യംസ് എന്നീ സ്പീഡി ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിലും ബോക്സിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഹെഡർ ഗോളുകൾ കൺവേർട്ട് ചെയ്യാൻ പറ്റണതും അല്ലെങ്കിൽ ഒരു റീബൗണ്ട് വന്നു കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് ഗോളാക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് അവരുടെ മിഡ്ഫീൽഡിലും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അറ്റാക്കിംഗ് ത്രെറ്റ് ഉള്ള ടീമിനെതിരെ ഫ്രാൻസ് ക്ഷയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഫ്രാൻസിന്റെ ഡിഫൻസ് ഇപ്പൊ ഇതുവരെ നോക്കുകയാണെങ്കിൽ സെമി എത്തണ വരെ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ ഡിഫൻസിൽ വിള്ളലുകളുണ്ട്, പലപ്പോഴും അവിടെ സ്പേസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് പലപ്പോഴും നമുക്ക് ഗോളുകളായി മാറാത്തത് അവരുടെ ഡിഫൻസിന് മിഡ്ഫീൽഡേഴ്സ് കൊടുക്കുന്ന സപ്പോർട്ടാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കാൻഡെ, കമോവിംഗ, ചുവമേനി പോലത്തെ പ്ലേയേഴ്സ് ഡിഫൻസീവ്ലി നല്ല സോളിഡ് ആണ്. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ടും കൂടിയിട്ടാണ് ഇത്ര നാളും അവരുടെ ഡിഫൻസിന് വലിയ ഡാമേജ് ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ സ്പെയിനിന്റെ അറ്റാക്കിംഗ് നിര അത്ര സോളിഡ് ആണ്, അവർക്ക് ഈ ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രം പിടിച്ചിരുന്നില്ല. അപ്പൊ ഇവിടെ സ്പെയിൻ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സെമിയിലേക്ക് വരുമ്പോൾ. ഇപ്പുറത്തെ സൈഡിലത്തെ ബ്രാക്കറ്റിലത്തെ ആദ്യത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡും തമ്മിലായിരുന്നു ആ മാച്ച്. അതിൽ രണ്ട് ടീമും ഏകദേശം ഒരേ ഫോർമേഷനും ടാക്ടിക്സ് ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. സ്വിറ്റ്സർലാൻഡ് പലപ്പോഴും 3CB ഫോർമേഷനിലാണ് യൂസ് ചെയ്യണത് കളിച്ചു തുടങ്ങണമെങ്കിലും അറ്റാക്കിംഗ് ബേസിലൊക്കെ അവർ വരുമ്പോൾ ഒരു 4-2-3-1 എന്നുള്ള രീതിയിൽ ഇംഗ്ലണ്ടിന്റെ പോലെ സിമിലർ ആയിട്ടുള്ള ടാക്ടിക്സ് തന്നെയാണ് അവർ ബിൽഡപ്പിലും ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഗെയിം നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് അത്ര വലിയ എന്റർടൈനിങ് ആയിട്ടുള്ള മാച്ച് ഒന്നും ആയിരുന്നില്ല. സ്വിറ്റ്സർലാൻഡിന്റെ സൈഡിൽ നിന്ന് എംബോളോന്റെ ഒരു ഗോള് വരണ വരെ മാച്ച് ഭയങ്കര ഡെഡ് ആയിരുന്നു. അതിനുശേഷം രണ്ട് ടീമുകളുടെ സൈഡിൽ നിന്ന് നല്ല അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആ ഒരു ഗോളിന് ശേഷം ഇംഗ്ലണ്ടിന്റെ കളി തന്നെ മാറി. ഇംഗ്ലണ്ടിന്റെ ശരിക്കുള്ള രൂപം കണ്ടത് അതിന് ശേഷമായിരുന്നു. അതിനുശേഷം സാക്ക ഈക്വലൈസർ കണ്ടെത്തി. സാക്കയുടെ ഒരു ടോപ്പ് നോച്ച് പെർഫോമൻസ് ഈ മാച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഇംഗ്ലണ്ട് ടാക്ടിക്കലി വരുത്തിയൊരു ചെറിയൊരു ചേഞ്ച് കാരണമാണ് ആ ഒരു പെർഫോമൻസ് നമ്മൾ വേണമെങ്കിൽ കണ്ടെന്ന് പറയാം. കാരണം ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചിരുന്ന ഫോഡൻ ഈ മാച്ചിൽ കഴിയുമ്പോൾ ഇത്രയും കൂടിയും ഡീപ്പിലി ഇറങ്ങി വന്ന് ബോൾ എടുക്കാനും അതുപോലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാനും വന്നിരുന്നു. അപ്പോൾ സെൻട്രലി ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഫോഡന്റെ സാക്കയ്ക്ക് ഇത്രയും കൂടി സപ്പോർട്ട് കിട്ടിയിരുന്നു. ഈ സപ്പോർട്ട് തന്നെയാണ് സാക്കാനെ ഇത്രയും കൂടിയും ഫ്രീ റോളിൽ ഇത്രയും കൂടിയും ഡ്രിബിൾ ചെയ്യാനും അതുപോലെ റിസ്ക് എടുത്ത് കളിക്കാനും പ്രേരിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അതന്നെയാണ് ഈ ഗോളിലേക്കും വഴിവെച്ചതെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഈ മാച്ച് പെനാൽറ്റിയിലേക്ക് പോവുകയും ശേഷം പിക്ഫോർഡിന്റെ നല്ലൊരു മൈൻഡ് ഗെയിം നമ്മൾ കണ്ടിരുന്നു. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ ബോട്ടിൽ ജമ്പ് ചെയ്യണ സൈഡ് നോക്കിയത്. പിന്നെ അതുപോലെ തന്നെ അതിന് ശേഷം നടന്ന സംഭവങ്ങൾക്ക് ശേഷം നല്ലൊരു മൈൻഡ് ഗെയിം യൂസ് ചെയ്തിട്ട് തന്നെ ആ സേവുകൾ ആള് നടത്തി. അതിനുശേഷം ടീമിനെ സെമിയിലേക്ക് പിക്ഫോർഡ് കൊണ്ടുപോയി. അങ്ങനെയാണ് ഈ മാച്ച് അവസാനിച്ചത്. ഇംഗ്ലണ്ട് സെമിയിൽ ഫേസ് ചെയ്യേണ്ടവൻ നെതർലാൻഡ്സിനായിരിക്കും. നെതർലാൻഡ്സിന്റെ ക്വാർട്ടർ ഫൈനൽസ് ഒപ്പോണൻസ് നോക്കുകയാണെങ്കിൽ ടർക്കി ആയിരുന്നു. അവർ നല്ലൊരു പെർഫോമൻസ് തന്നെ മാച്ചിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അവര് സാധാരണ ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ കണ്ട വിട്ട് യൂസ് ചെയ്തുള്ള ഒരു പൊസിഷൻ ഫുട്ബോൾ ഈ മാച്ചിൽ ഉപയോഗിച്ചിരുന്നില്ല. സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ എന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു അവർ ഈ മാച്ചിൽ ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ഓസ്ട്രേലിയക്കെതിരെ അവര് നല്ല രീതിയിൽ അത് നടപ്പാക്കി ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിലും കളിച്ചു. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു മെത്തേഡ് നെതർലാൻഡ്സിന്റെ എതിരെ ഉപയോഗിക്കുന്നത് ഭയങ്കര റിസ്ക് ആയിരിക്കും. കാരണം അവർക്ക് നല്ല രീതിയിലുള്ള സോളിഡ് ആയിട്ടുള്ള ഡിഫൻസും ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഗോൾ ഒരെണ്ണം കിട്ടിയ പോലും തിരിച്ചടിക്കാൻ തക്ക അറ്റാക്കും ഉണ്ട്. അങ്ങനെ ഒരു ടീമിനെതിരെ സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ മാച്ചിൽ സംഭവിച്ചത്. ഫസ്റ്റ് ഹാഫില് പലപ്പോഴും നെതർലാൻഡ്സിന്റെ പെർഫോമൻസ് അത്രത്തോളം നല്ലതായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഇവര് ഒരു ഗോൾ കൺവേർട്ട് ചെയ്യണ കണ്ടു. ആ ഗോളിലാണ് ടർക്കി പിന്നെ നല്ല രീതിയിൽ ഡീപ്പായിട്ടുള്ള ഡിഫെൻഡിങ്ങിലേക്ക് പോയത്. ആ ഗോൾ ലീഡ് ബെൽത്തിന്റെ ലീഡിൽ അവർ കടിച്ചു തൂങ്ങി നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ നെതർലാൻഡ്സ് നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തി. ബെർഗുവിന് പകരം വെഗോസ്റ്റിനെ ഇറക്കി. അതൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വെഗോസ്റ്റ് വന്നതിന് ശേഷം ആള് ഒന്നിലധികം ഡിഫൻഡേഴ്സിനെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. ഇത് വിങ്ങിൽ നല്ല സ്പേസ് തുറന്നു കൊടുത്തു. ഇത് വിങ്ങേഴ്സിന് ചാനൽസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ അവരുടെ ഫുൾ ബാക്സ് ഗെയിമിൽ നല്ല രീതിയിൽ ഇൻവോൾവ് ആയി തുടങ്ങി. ഇത് നല്ല അറ്റാക്കുകൾ കൊണ്ടു. അത് തന്നെയാണ് ആ രണ്ട് ഗോളുകളിലേക്കും വഴിവെച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഡിവേജിന്റെ ആ ഒരു ഹെഡർ അടിപൊളിയായിരുന്നു. അതുപോലെ ആളുടെ ത്രൂ ഔട്ട് പെർഫോമൻസ് ഈ ക്യാമ്പയിനിൽ നെതർലാൻഡ്സിന് വേണ്ടി നല്ല ടോപ്പ് നോച്ച് തന്നെയാണ്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഗോള് കോടിയായപ്പോ ആളുടെ ഒരു ഇൻവോൾവ്മെന്റിലാണ് ഉണ്ടായത്. ആൾ ആ പ്രഷർ കൊടുത്തില്ലായിരുന്നെങ്കിൽ മേ ബി ആ ഒരു ഗോള് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അതിനുശേഷം അവർ നല്ല രീതിയിൽ 2-1 ലീഡിലേക്ക് എത്തിയപ്പോൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാണ് ഉണ്ടായത്. അപ്പോ ടർക്കിയുടെ സ്ഥിരം ശൈലിയിലേക്ക് അവർ അതിനുശേഷം വന്നിരുന്നു. ഒരു 4-5 ചാൻസ് അതിനുശേഷം ടർക്കി ക്രിയേറ്റ് ചെയ്തിരുന്നു. ഒന്നും പറയാനില്ല. അവരുടെ പെർഫോമൻസ് ഒരു കറുത്ത കുതിരകൾ എന്നുള്ള രീതിയിലേക്ക് ഈ ടൂർണമെന്റ് തുടങ്ങുമ്പോൾ വന്ന ഒരു ടീം അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ്
ഡെലിവറി ചെയ്തുകൊണ്ട് തന്നെയാണ് തിരിച്ചു മടങ്ങുന്നത്. പ്രത്യേകിച്ച് അവരുടെ യങ് പ്ലേയേഴ്സ് ടോപ്പ് നോച്ച് പെർഫോമൻസ് തന്നെയായിരുന്നു. ആർഡ ഗുള്ളർ അടക്കം എല്ലാവരും ആ ഒരു ലെവൽ പെർഫോമൻസ് അവരുടെ സൈഡിൽ നിന്നുണ്ടായി. തീർച്ചയായും ഒരു ഫ്യൂച്ചറുള്ള ടീം തന്നെയാണ്. ഇനി ഇംഗ്ലണ്ട് വേഴ്സസ് നെതർലാൻഡ്സ് മാച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഈ വലിയൊരു മാച്ച് ഇനി ഇംഗ്ലണ്ട് വേഴ്സസ് നെതർലാൻഡ്സ് സെമി ഫൈനലിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 50-50 മാച്ച് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. കാരണം രണ്ട് ടീമുകൾക്കും അവരുടേതായ സ്ട്രെങ്ത്തും വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ നെതർലാൻഡ്സിന്റെ സ്ക്വാഡ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ സ്ക്വാഡിലത്തെ പ്ലേയേഴ്സിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടാക്ടിക്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവർ ഗ്രൗണ്ടിൽ നടപ്പാക്കുന്നുണ്ട്. പക്ഷെ ഇംഗ്ലണ്ടിന്റെ സ്ക്വാഡിന്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിനനുസരിച്ച് അവർക്കൊരു ടാക്ടിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അത് ഗ്രൗണ്ടിൽ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അതിലൊരു സംശയം ഉണ്ടാവും. അപ്പോ നെതർലാൻഡ്സ് പോലെ ഒരു ടീമിനെതിരെ വരുമ്പോൾ ഇംഗ്ലണ്ട് ആ ഒരു കാര്യത്തിൽ കുറച്ച് പിന്നോട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു 50-50 മാച്ച് തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് പ്രഡിക്റ്റ് ചെയ്ത് ഒരു വിജയിയെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പക്ഷെ നെതർലാൻഡ്സിന് അവിടെ ഒരു ചെറിയ എഡ്ജ് ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു. ഇനി കോപ്പ അമേരിക്കയുടെ അപ്പുറത്തെ സൈഡിലത്തെ ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിൽ അതിലെടുത്ത് പറയേണ്ടത് ബ്രസീൽ യുറുഗ്വേ ക്വാർട്ടർ ഫൈനൽ മാച്ച് ആയിരുന്നു. അതിൽ ബ്രസീലിന്റെ പെർഫോമൻസ് നമുക്ക് അറിയാം. ഗ്രൂപ്പ് സ്റ്റേജുകളിലത്തെ പെർഫോമൻസ് അതിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലും ടാക്ടിക്സ് തന്നെയാണ് ഈ മാച്ചിൽ അവർ ഉപയോഗിച്ചിരുന്നത്. അത് ഒരു തരത്തിലും അറ്റാക്കിംഗ് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, ഈ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് ടാക്ടിക്സ് യുറുഗ്വേക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റി. അതുപോലെ യുറുഗ്വേയുടെ കളിയിലേക്ക് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് ഹൈ ഇന്റൻസിറ്റിയിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഒരു 30-40 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു 10-12 ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഷോട്ട് എടുത്തിരുന്നു. ബ്രസീലിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 30-40 മിനിറ്റിന് ശേഷമാണ് പതുക്കെ അവർ കളിയിലേക്ക് ഗ്രോ ചെയ്ത് വന്നത്. എന്നിട്ട് പോലും ഒപ്പോണന്റിന്റെ ബോക്സിൽ ഒരു ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യാനോ ഒരു നല്ലൊരു ഷോട്ട് എടുക്കാനോ ബ്രസീലിന് പലപ്പോഴും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അവന്റെ പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്തിരുന്നു. ഒരു തരത്തിലുള്ള പെനിട്രേഷനോ ഒരു സ്പ്ലിറ്റിംഗ് പാസുകളോ കാര്യങ്ങളൊന്നും ബ്രസീലിയൻ പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന് നമ്മൾ പലപ്പോഴും കണ്ടില്ല. എടുത്തു പറയേണ്ടത് ഇപ്പോ ബ്രൂണോ ഗുമേറസിന്റെ മിഡ്ഫീൽഡത്തെ ഒരു സാന്നിധ്യമാണ്. ആള് പലപ്പോഴും ക്ലബിൽ കളിക്കുന്ന ഒരു പെർഫോമൻസ് ബ്രസീലിയൻ ടീമിൽ നമ്മൾ ഇപ്പൊ കണ്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ക്ലബിൽ കിട്ടുന്ന ഒരു സപ്പോർട്ട് റേഞ്ചും കാര്യങ്ങളൊന്നും ബ്രസീലിയൻ ടീമിലേക്ക് എത്തിയപ്പോൾ വന്നില്ല. കാരണം വിങ്ങേഴ്സ് അടിയിൽ വന്ന് സപ്പോർട്ട് ചെയ്യാനോ അതുപോലെ കൂടെ കളിക്കുന്ന മിഡ്ഫീൽഡേഴ്സിന്റെ സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്ക് മിഡ്ഫീൽഡിൽ ഒരു തരത്തിലും ഹോൾഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അറ്റാക്കിംഗ് സൈഡിലേക്ക് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാച്ചിൽ പക്വേറ്റയും റോഡ്രിഗോയും പലതരത്തിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒരു തരത്തിലും അവർക്ക് ഒരു ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പലപ്പോഴും യുറുഗ്വേൻ ഡിഫൻഡേഴ്സിന്റെ കാലുകളിലെല്ലാം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എൻട്രിക്കിന്റെ പെർഫോമൻസ് നമുക്കറിയാം. വിനീഷ്യസ് ജൂനിയർ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ സസ്പെൻഷനിലായി ഉണ്ടായിരുന്നില്ല. ആ ഒരു ഇമ്പാക്ട് വളരെയധികം ഈ മാച്ചിനെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പകരം വന്ന എൻട്രിക്കിന്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് വളരെ മോശം ഒരു പെർഫോമൻസ് ആണ് ഈ മാച്ചിൽ കാഴ്ചവെച്ചത്. ഫസ്റ്റത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ടച്ചിലുള്ള പാസ് വെച്ച് വേറൊരു പാസ് ആൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ഫാൻസ് ആളെ പുകഴ്ത്തി പറയുന്നത് 17 വയസ്സ് മാത്രമുള്ള ഒരു പ്ലെയറെ പറ്റിയിട്ട് നെക്സ്റ്റ് പെലെ അല്ലെങ്കിൽ റൊണാൾഡോ എന്നുള്ള രീതിയിലൊക്കെ ഹൈപ്പ് കൊടുത്തിട്ട് ആ പ്ലെയർക്ക് കൊടുക്കുന്ന ഒരു പ്രഷർ വണ്ടർ കിഡ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു പ്രഷർ വളരെ കൂടുതലായിരിക്കും. ഇപ്പോഴൊന്നും അതിന് പറയാനുള്ള സമയമായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പൊ കുറച്ച് നാളത്തേക്കെങ്കിലും അത് എൻട്രിക്കിനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഫാൻസ് തൽക്കാലം കുറച്ച് നാളത്തേക്ക് ഹോൾഡ് അപ്പ് ചെയ്യണമായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്ക് ഡെവലപ്പ് ചെയ്യത്തിന് കൂടി സമയം കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ബെറ്റർ പ്ലെയർ ആയിട്ട് കയറി വരാൻ സാധ്യതയുണ്ട്. പിന്നെ യുറുഗ്വേന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടഫായിട്ടാണ് അവർ ത്രൂ ഔട്ട് മാച്ച് കളിച്ചിരുന്നത്. രണ്ട് സൈഡിൽ നിന്നും നല്ല രീതിയിൽ ഫൗളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 40-ലധികം ഫൗള് മാച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ബ്രേക്കുകൾ ഉണ്ടായിരുന്ന മാച്ചായിരുന്നു. അത്രയ്ക്കും നല്ല ഫ്ലോയില് നടന്നിരുന്ന മാച്ച് ആയിരുന്നില്ല. അങ്ങനെയാണ് ഒരു 15 മിനിറ്റ് മുമ്പ് മാച്ച് കഴിയണേക്കാൾ മുമ്പ് ഒരു റെഡ് കാർഡ് യുറുഗ്വേക്ക് കിട്ടിയത്. അവർ 10 പേരെ ചുരുങ്ങിയിട്ട് പോലും ബ്രസീലിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു അവസരം ലീഡിലേക്ക് മാറ്റിയെടുക്കാൻ ബ്രസീലിന് സാധിച്ചില്ല. ആ സമയത്ത് അവർ ആകെ ഒരു ഷോട്ട് അങ്ങടാണ് ഓൺ ടാർഗറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബ്രസീൽ എത്രത്തോളം മോശമായിട്ടാണ് കളിച്ചതെന്ന്. നെയ്മർ ഈ സ്ക്വാഡിൽ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഈ ടീമിനെ ബാധിച്ചിട്ടുണ്ട്. ഈ സ്ക്വാഡ് വെച്ചിട്ട് ഇനിയും ഫ്യൂച്ചറിൽ ബ്രസീലിന് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലേയേഴ്സിനെ വെച്ചിട്ട് പോലും അവർക്കൊരു ഒത്തിണക്കത്തോടു കൂടി കളിച്ച് മുന്നേറാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈ മാച്ചിലേക്ക് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് അവര് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് യുറുഗ്വേ അത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് കൊണ്ടുപോവുകയും അത് അവര് ജയിച്ച് കയറുകയും ഉണ്ടായത്. പിന്നെ സെമി ഫൈനലിലേക്ക് ഇനി നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റുമുട്ടുന്നത് കൊളംബിയ ആയിട്ടാണ്. കൊളംബിയ നമുക്കറിയാം 5-0 പനാമേനെ തോപ്പിച്ചിട്ടാണ് വരുന്നത്. അവന്റെ സ്റ്റാർ പ്ലെയർ ജെയിംസ് റോഡ്രിഗസ് പണ്ടത്തെ ഒരു ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്.
ആള് പല ക്ലബുകളും തഴയപ്പെട്ടിട്ട് നാഷണൽ ടീമിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു നിന്നിരുന്നത്. വീണ്ടും തിരിച്ചു വന്ന് അത്രയും ടോപ്പ് നോച്ച് പെർഫോമൻസ് ഇപ്പോഴും ഈ പ്രായത്തിൽ ഉണ്ട് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും എളുപ്പമായിരിക്കില്ല ഈ ഉറുഗ്വേക്ക് ഫൈനലിൽ കയറാന്ന് പറഞ്ഞാൽ. അപ്പുറത്തെ ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിൽ അർജന്റീന കാനഡേനായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. കാനഡ ഓൾറെഡി കാനഡയായിട്ടുള്ള ഒരു മാച്ച് അർജന്റീന ഈ അടുത്ത് കളിച്ചിരുന്നു. അതിൽ നമ്മൾ കണ്ടതാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് അർജന്റീന ജയിച്ചു കയറി വരുന്നത്. അതുപോലെ തന്നെ ഈ മാച്ചിലേക്ക് വരുമ്പോഴും അർജന്റീനയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ജയിച്ചു കയറി ഫൈനലിലേക്ക് വരാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ നോക്കാം ആരായിരിക്കും ഈ സീസണിലത്തെ കോപ്പ അമേരിക്ക കപ്പ് എടുക്കണമെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആരായിരിക്കും കോപ്പ അമേരിക്കയിൽ ഈ പ്രാവശ്യം മുത്തമിടുന്നത്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.